നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്നിവിടെ കേൾക്കുന്ന ദൈവശബ്ദം അതൊരു അസാധാരണ തിരുവിൻ്റെ ദിവസമാക്കി തീർക്കണമേ കർത്താവേ. ഇന്ന് കേൾക്കുന്ന വചനം ഒരിക്കലും ഇവരുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ പോകരുത്. അത് അതേപോലെ സ്പിരിറ്റിൽ വീഴാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, അങ്ങയുടെ സന്നിധി ചെലവഴിക്കുന്ന ഒരു സെക്കൻഡും അത് വൃഥാവല്ലല്ലോ കർത്താവെ. അങ്ങയുടെ മക്കൾ ആഗ്രഹത്തോടെ നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു കർത്താവെ. ഇതിൻ്റെ റിസൾട്ട് കർത്താവെ ഇവർ കണ്ടേ മതിയാകൂ കർത്താവ്. അങ്ങനെ ചെയ്യുന്നതിനെ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു മഴ പെയ്യുമ്പോൾ ആ മഴയുടെ വെള്ളം പല ഇടങ്ങളിൽ ചെന്ന് അതതിന് വേണ്ടുന്ന പോലെ പ്രയോജനപ്പെടുന്നത് പോലെ, ഞാൻ ഒന്നും കൂടെ അതിനെ ക്ലിയർ ആക്കിയാൽ, ഒരു മഴയുടെ വെള്ളം, ആ മഴയുടെ വെള്ളം നദിയിൽ ചെന്ന് മത്സ്യത്തിന് ലഭിക്കുന്നത് പോലെ, അതേ മഴയുടെ വെള്ളം പല സസ്യങ്ങളിലും ചെന്ന് അത് വൃക്ഷമായി മാറി അതിൻ്റെ വേര് മണ്ണിലിറങ്ങി അത് ഉറച്ചു നിൽക്കുന്നത് പോലെ, സെയിം മഴയുടെ വെള്ളം അനേകം മനുഷ്യർക്ക് ഒരു ജീവജലമായി, ദാഹജലമായി മാറുന്നത് പോലെ മാസ്മ ഖട്ടൽ പ്രഭ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിവിടെ വ്യാപരിക്കുന്ന ദൈവശബ്ദം നിങ്ങൾ പല വീടുകളിൽ നിന്നായിരിക്കും വന്നിട്ടുള്ളത്. എന്നെ കേൾക്കുന്നവർ പല എമിറേറ്റ്സിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നുമായിരിക്കും. പക്ഷേങ്കിൽ ഇതിൻ്റെ റിസൾട്ട് മഴയുടെ വെള്ളം അതത് വേണ്ടുന്ന ഏരിയകളിൽ എഫക്റ്റ് ചെയ്യുന്നത് പോലെ ഇന്നത്തെ ദൈവശബ്ദം നിന്റെ എല്ലാ സാഹചര്യങ്ങളിലും, ഇന്നിവിടെ കൂടി വന്നിട്ടുള്ള സകലരുടെയും സാഹചര്യങ്ങളിൽ അസാധാരണമായി ചലിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇതിന്റെ എഫക്റ്റ് സകലരുടെയും വിവിധ സാഹചര്യങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും ഇത് ഒരേപോലെ ചലിക്കാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവ് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് ധൈര്യമില്ലാത്ത ഭീരുക്കളെ പോലെ അല്ല. കർത്താവ് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും പ്രതിസന്ധികളുടെ മുന്നിൽ, അല്ലെങ്കിൽ മാറി വരുന്ന സാഹചര്യങ്ങളുടെ മുന്നിൽ പതറി നിൽക്കുന്നവരെ പോലെയല്ല, ഇല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ ദൈവത്തെ തള്ളിക്കളയുന്നവരെ പോലെ നമ്മളെ കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളും നിങ്ങളുടെ തലമുറയും തല കുനിച്ച് നിൽക്കുന്നത് കാണാനും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇന്നലെ വചനം ധ്യാനിക്കുമ്പോൾ രാവിലെയൊക്കെ എന്നെ കർത്താവ് കൊണ്ട് അപ്പോസ്തല പ്രവൃത്തികളിലോട്ട് അച്ഛാ. അപ്പോസ്തല പ്രവൃത്തികൾ ഒന്ന് വായിച്ച് സഹായിക്കാമോ അച്ഛാ? അപ്പോസ്തല പ്രവൃത്തികൾ 4:13, 14, 16, 4:13, 14, 16. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയില്ലായിരുന്നു. ഈ മനുഷ്യരെ എന്ത് ചെയ്യണ്ടു? പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ, നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല. താങ്ക് യു ജീസസ്. ദൈവത്തിന്റെ കൂടെ നടന്നവരെ, യേശു കർത്താവിന്റെ കൂടെ നടന്നവരെ, ദൈവത്തിനാൽ പ്രയോജനപ്പെട്ടുകൊണ്ട് നിൽക്കുന്നവരെ ഒരു
അവരെ നടുവിൽ നിർത്തി. കുറെ തേനീച്ചകൾ ഒരാളെ കൂട്ടി നിർത്തിയിരിക്കുന്നത് പോലെ അവരുടെ ചുറ്റിനും കൂടി നിൽക്കുകയാണ്. പത്രോസിനെ യോഹന്നാനെ നടുവിൽ നിർത്തിക്കൊണ്ട് അവരുടെ ചുറ്റിനും പ്രമാണിമാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും വേണ്ട എല്ലാ മഹാപുരോഹിതന്മാരും എല്ലാവരും അവരെ നടുവിൽ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അവരെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് പറയുന്നത്. പത്രോസിനെയും യോഹന്നാനെയും പറ്റി മനസ്സിലായ ചില കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് കേൾക്കണം. അവർക്ക് ഫസ്റ്റിൽ മനസ്സിലായിട്ടുള്ള കാര്യം, പത്രോസും യോഹന്നാനും പഠിപ്പില്ലാത്തവരാണ്. അവർ പത്രോസിനെയും യോഹന്നാനെയും കണ്ട് മനസ്സിലാക്കിയ രണ്ടാമത്തെ കാര്യം, അവർ സാമാന്യരാണ്, സാധാരണക്കാരാണ്. പക്ഷെങ്കിൽ ആ ദേശത്ത് അനേകം പഠിപ്പില്ലാത്തവരുണ്ട്, അനേകം സാധാരണക്കാരുണ്ട്. പക്ഷെ അവരിലൊന്നും കാണാത്ത ഒരു സാധനത്തെ ഇവർ കണ്ട് ആശ്ചര്യപ്പെട്ടെന്നാണ് എഴുതിയിട്ടുള്ളത്. അവരുടെ ധൈര്യം കാണുകയാൽ അവർ ആശ്ചര്യപ്പെട്ടു. പത്രോസിന്റെ യോഹന്നാന്റെയും ധൈര്യം കണ്ട് അവർ ആശ്ചര്യപ്പെട്ടെന്നാണ് എഴുതിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് വചനം പറയുന്നത്, അവർ യേശുവിന്റെ കൂടുള്ളവരാണെന്നും മനസ്സിലാക്കി, അവർ ഗ്രഹിച്ചു. ഞാൻ ഒന്നും കൂടെ അതിനെ ഒന്ന് ക്ലിയർ ആക്കാം. യേശുവിന്റെ കൂടുള്ളവർ ഭീരുക്കളല്ല, ധൈര്യശാലികളാണ്. യേശുവിന്റെ കൂടെ നിൽക്കുന്നവർ ഭീരുക്കളല്ല, ധൈര്യശാലികളാണ്. അവർ തല കുനിക്കുന്നവരല്ല, തല ഉയർത്തി തന്നെ നിൽക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അതേ പത്രോസിനെയും അതേ യോഹന്നാനെയും പോലെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇന്നിവിടെ നിൽക്കുന്ന ഓരോ ദൈവമക്കളും. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. പക്ഷെ ഏതൊക്കെയോ മേഖലകളിൽ നിങ്ങൾ തല കുനിച്ചു പോവുകയാണ്. ഇന്ന് ദൈവാത്മാവ് എന്നോട് ഇവിടെ നിന്ന് പ്രവചിക്കാൻ പറയുന്നു. ഒരു പക്ഷെങ്കിൽ നീ പലരുടെയും കൂട്ടത്തിൽ സാമാന്യനായിരിക്കും, ഒരു പക്ഷെങ്കിൽ നീ സാധാരണക്കാരനായിരിക്കാം, ഒരു പക്ഷെ നിനക്ക് വേണ്ടത്ര പഠിപ്പ് കാണത്തില്ല. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മേൽ ഒരു അസാധാരണ ധൈര്യത്തെ പകരാൻ പോവുകയാണ്. നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കണം, നിന്റെ ഉള്ളിലും മഹത്വത്തിന്റെ പ്രത്യാശ യേശുവുണ്ട്. ഒന്ന് കരങ്ങൾ തട്ടി, മഹത്വത്തിന്റെ പ്രത്യാശ യേശുവാണ് എന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ അതേപോലെ വരട്ടെ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് അത് വീരത്വത്തിന്റെ അല്ല, അത് ശക്തിയുടെയും സുബോധത്തിന്റെയും സ്നേഹത്തിന്റെയുമാണ്. ഈ ബോധ്യം നിന്നെ ഒരു അടുത്ത തലത്തിലോട്ട് കയറ്റാൻ പോവുകയാണ്. ഈ മാർച്ച് മാസം എന്നെ കേൾക്കുന്ന ഈ ദൈവ ശബ്ദത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ വ്യക്തികളോടും പറയുകയാണ്, നിന്റെ അകത്തെ ആത്മാവിന് വില കൊടുക്കുകയാണെങ്കിൽ നിന്റെ മേലൊരു അസാധാരണ ധൈര്യം ചിലരുടെ മേൽ അതേപോലെ സംഭവിക്കുകയാണ്. ഇതിന് ആമീൻ പറഞ്ഞ് സ്വീകരിക്കുക. കർത്താവേ, ഞാൻ അതേപോലെ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഉള്ളിലെ ആത്മാവ്, ആ ശക്തിയുടെ ആത്മാവ്, in the name of Jesus, അത് ആക്റ്റീവ് ആവട്ടെ. എല്ലാ ഭീരുത്വത്തിന്റെ ആത്മാവിനെയും സഭയിൽ നിന്ന് ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഫിയറിന്റെ സ്പിരിറ്റുകളും യേശുവിന്റെ നാമത്തിൽ അത് ക്യാൻസൽ ആകട്ടെ. മുന്നോട്ട് വിടാൻ കഴിയാതെ ഭയത്താൽ ഒതുക്കുന്നവരെ, ഉറങ്ങാൻ കഴിയാതെ പേടി സ്വപ്നങ്ങളെ കൊണ്ടുവരുന്ന ഫിയറിന്റെ സ്പിരിറ്റുകൾ
അവരെ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടെന്ന് എഴുതിയേക്കുന്നത്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട POC വായിച്ചപ്പോഴാണ് അത് കൊടുത്തിട്ടുള്ളത്. അവരെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടെന്നാണ്. യേശുവിന്റെ കൂടെ നടക്കുന്നവരെ കാണുമ്പോൾ അത്ഭുതപ്പെടണം. നിന്റെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശ യേശു ഉണ്ടെങ്കിൽ നിന്നെ കാണുന്നവർ പരിഹസിക്കുകയല്ല വേണ്ടുന്നത്, നിന്നെ കാണുന്നവർ അത്ഭുതപ്പെടണം. നീ തല കുനിക്കാൻ പാടില്ല, നീ തല ഉയർത്തി തന്നെ നിൽക്കണം. നീ ഒരു അത്ഭുതമായിട്ട് ഈ മാർച്ച് മാസം ഈ ദൈവ ശബ്ദത്തെ ഒരു പ്രവചനമായി ഞാൻ അജ്മാൻ സഭയിന്മേൽ ഇടുന്നു. നീ ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. നീ ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. ഇന്ന് വരെയുള്ള നിന്റെ സ്ഥിതി എന്തുമായിക്കോട്ടെ, നീ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിന്നെ തല കുനിച്ച ഏരിയയിൽ തന്നെ, അതേ കുടുംബത്തിൽ തന്നെ, അതേ ജോലി മേഖലയിൽ തന്നെ, അതേ ദേശത്തിൽ തന്നെ നിന്നെ ഒരു അത്ഭുതമാക്കി പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. കരങ്ങൾ തട്ടി യേശുവേ എന്ന് പറഞ്ഞ് ഈ ദൈവ ശബ്ദത്തിന്റെ മുന്നിൽ ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയാം, അകത്ത് കിടക്കുന്ന ആത്മാവിനെ അതിന് വില കൊടുക്കുന്ന ഒരുത്തനാണോ നീ അത്ഭുതമായിരിക്കും. സ്വർഗം നോക്കുമ്പോൾ, ചുറ്റുമുള്ളവർ നോക്കുമ്പോൾ നീ ഒരു അത്ഭുതമായിരിക്കും. പക്ഷെ എങ്കിൽ സ്വർഗം നോക്കുമ്പോൾ അത് സ്വർഗത്തിന് ഒരു അത്ഭുതമല്ലെന്നേ. നീ ഒരു അത്ഭുതമായില്ലെങ്കിലാണ് കർത്താവിന് അത്ഭുതം. കാരണം അകത്ത് കിടക്കുന്ന സാധനത്തിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കണം. കർത്താവിന്റെ പ്രശ്നം നീ അത്ഭുതമായില്ലെങ്കിലാ. അകത്ത് കിടക്കുന്ന ആത്മാവിന് വില കൊടുക്കുന്ന ഒരുത്തനുണ്ടോ അവൻ ഒതുങ്ങത്തില്ല. അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ അത്ഭുതമായി കർത്താവ് പുറത്തു കൊണ്ടുവരും. ഈ വില കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. കർത്താവ് എന്നോട് സംസാരിച്ചൊരു കാര്യമാണ്. ഈ റിവാർഡിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, റിവാർഡ് കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിലും എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിലും ദൈവശബ്ദത്തെ കേൾക്കുന്നില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. നിങ്ങളുടെ മൈൻഡ് വേറെ ഏരിയയിൽ പോകല്ലേ. ഈ റിവാർഡിനെ പറ്റി കർത്താവ് ഇന്നലെ എന്നോട് സംസാരിച്ചു. ഈ നമ്മൾ ഈ കേട്ടിട്ടുണ്ട്, ഈ വലിയ കുറ്റവാളികള്, പിടികിട്ടാപ്പുള്ളികള്, ഇവരെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ റിവാർഡ് കൊടുക്കാറുണ്ട്. ഇത്ര ലക്ഷം $1 പരസ്യങ്ങൾ വരാറുണ്ട്. ഇല്ലെങ്കിൽ ഈ ചില ഓഫീസുകളിലൊക്കെ റിവാർഡ് കൊടുക്കാറുണ്ട്. ചില വ്യക്തികൾക്ക്, അത് എല്ലാവർക്കും അല്ല, ചില വ്യക്തികൾക്ക് റിവാർഡുകൾ കൊടുക്കാറുണ്ട് വലിയ വലിയ ഓഫീസുകളിൽ. ഈ റിവാർഡ് കൊടുക്കുമെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയ മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം, അനേകർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ഇവൻ ചെയ്യുമ്പോഴാണ് ഇവന് റിവാർഡ് കിട്ടുന്നത്. അങ്ങനെ ഒരാൾക്കാണ് റിവാർഡ് കൊടുക്കുന്നത്. ഇത് ലോകത്തിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. പണ്ട് മുതലേ ഉള്ള ഒരു സിസ്റ്റമാണ് ഈ റിവാർഡ് കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ഇന്നലെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ റിവാർഡ് എന്നുള്ള സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത് മനുഷ്യരല്ല, ദൈവമാണ്. റിവാർഡ് എന്നുള്ള സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മനുഷ്യരല്ല, ലോകമല്ല, അത് ഹെവനാണ് ഇത് ഓപ്പൺ ചെയ്തേക്കുന്ന സംഭവം. അച്ഛാ ഒരു വാക്യം ഒന്ന് വായിക്കാമോ? മർക്കോസ് 9:41. മർക്കോസ് 9:41.
ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രതിഫലം സ്വർഗം തരുമെന്നാണ് പറയുന്നത്. ഇതിന് റിവാർഡ് തരുമെന്നാച്ചാ പറഞ്ഞേക്കുന്നത്. സ്വർഗമാണ് ഈ റിവാർഡിന്റെ ഫസ്റ്റ് ഓപ്പണിങ് ചെയ്യുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ, പക്ഷെ ലോകം ഇതിന്റെ സിസ്റ്റം ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ആരും ചെയ്യാത്ത കാര്യം ചെയ്യുമ്പോഴാണ് റിവാർഡ് കൊടുക്കുന്നത്. പക്ഷെങ്കിൽ സ്വർഗം പറയുന്നത് നീ ഒരു കപ്പ് വെള്ളം കൊടുക്കുകയാണെങ്കിൽ നിനക്ക് റിവാർഡാ തരുന്നത്. ഞാൻ പറയുന്നത് നിനക്ക് ഗിഫ്റ്റ് കിട്ടുമെന്നല്ല പറയുന്നത്. ഒരു കപ്പ് വെള്ളം കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ, ഞാൻ പറയാം, ആയിരങ്ങൾ നിൽക്കുമ്പോൾ, പതിനായിരങ്ങൾ നിൽക്കുമ്പോൾ അവർ ചെയ്യാത്ത ഒരു കാര്യമാണ് നീ ഒരു ഗ്ലാസ് വെള്ളം പോലും ദൈവനാമത്തിൽ കൊടുക്കുന്നത്. അത് നിങ്ങളുടെ മുമ്പിൽ ചെറിയ കാര്യമായിരിക്കാം, പക്ഷെങ്കിൽ സ്വർഗത്തിന്റെ മുമ്പിൽ ഇത് റിവാർഡ് ഇടുന്ന ഇടപാടാ. ഇത് റിവാർഡ് വീഴുന്ന ഇടപാടാ. ഇത് ആർക്കൊക്കെയോ വേണ്ടി കർത്താവിന്റെ ചില റിവാർഡുകൾ ഈ വരുന്ന ദിവസം കർത്താവിന്റെ നാമത്തിന് വേണ്ടി താങ്ങുന്ന ചിലർക്ക് വേണ്ടി അസാധാരണ റിവാർഡിന്റെ ഓപ്പണിങ്ങുകൾ. ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും റിവാർഡ് നൽകുന്ന ദൈവമാണ്. ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആക്കി പറയാം. ഇപ്പോൾ നമ്മൾ പുറത്ത് നിൽക്കുകയാണ്, നമ്മൾ റോഡിന്റെ എവിടെങ്കിലും നിൽക്കുകയാണ്. എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ സ്തോത്രത്തോടെ ഇരിക്കണം. ഞാൻ പെട്ടെന്ന് ഇത് നല്ല സ്പീഡിലാണ് കൊണ്ടുവന്നേ. നമ്മൾ റോഡിൽ എവിടെങ്കിലും നിൽക്കുകയാണ്. ഒരു ദൈവദാസൻ നമ്മളോട് വന്നിട്ട് പറയുവാണ്, എനിക്ക് ദാഹിക്കുന്നു മോനെ, എനിക്ക് കുറച്ച് വെള്ളം വാങ്ങിച്ചു തരാമോ എന്ന് ചോദിക്കുമെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഗ്രോസറി ചെന്നിട്ട് ഒരു 2 dirhams കൊടുത്തു കഴിഞ്ഞാൽ 1.5 ലിറ്ററിന്റെ മിനറൽ വാട്ടർ കിട്ടും. 2 dirhams. ഏറ്റവും കുറഞ്ഞ പൈസ ഏതാ? 25 ഫിൽസ് അല്ലേ? 25 ഫിൽസി അല്ലേ? 25 ഫിൽസി കുറഞ്ഞ എമൗണ്ട് UAE ഇല്ല. ഏറ്റവും കുറഞ്ഞത് 25 ഫിൽസ് ആണ്. നമ്മൾ ആ ഗ്രോസറി ചെന്ന് 2 dirhams കൊടുത്തിട്ട് ഒരു 1.5 ലിറ്ററിന്റെ വെള്ളം വാങ്ങിച്ചെന്നിരിക്കട്ടെ. അത് ഈ ദൈവദാസന് കൊടുത്തു. 2 dirhams കൊടുത്തു. 1.5 ലിറ്ററിന്റെ ഒരു ബോട്ടിൽ വെള്ളം ഈ ദൈവദാസന് കൊടുത്തു. സ്വർഗം പറയുന്നത്, ദൈവം പറയുന്നത്, നിന്റെ കൈ റിവാർഡ് വന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഇത് നിന്റെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് തരുമെന്നല്ല, അതിന്റെ ഇടപാട് ഭൂമിയിൽ വെച്ച് തന്നെ. ഇത് ആർക്കൊക്കെ വേണ്ടി അതങ്ങനെ തന്നെ സംഭവിക്കുവാണ്. ഇത് ഭൂമിയിൽ വെച്ച് തന്നെ ഇതിന്റെ ഇടപാട് കർത്താവ് ചെയ്യും. 2 dirhamsന്റെ വെള്ളം വാങ്ങിച്ച് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ റിവാർഡ് വീണു. 2 dirhamsന്റെ വെള്ളം എന്ന് വെച്ചാൽ അത് 1.5 ലിറ്റർ ആണ്. ഞാൻ ഇന്നലെ അളന്ന് നോക്കി. നമ്മൾ കുടിക്കുന്ന കപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ 1.5 ലിറ്റർ വെള്ളം എന്ന് വെച്ചാൽ 11 ഗ്ലാസ് ആണ്. 1.5 ലിറ്റർ വെള്ളം എന്ന് വെച്ചാൽ 11 ഗ്ലാസ് ആണ്. അതായത് 2 dirhamsന് നമുക്ക് കിട്ടുന്നത് 11 ഗ്ലാസ് ആണ്. ഒരു ഗ്ലാസിന്റെ വില, ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വില 0.1 ഫിൽസ്. ആരെങ്കിലും കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? ഒരു 0.1 ഫിൽസ് 25 ഫിൽസിൽ കുറഞ്ഞ ഒരാൾക്ക് എടുക്കാൻ പറ്റുമോ? എടാ, ദൈവം പറയുന്ന 0.1 ഫിൽസ് നീ കർത്താവിന് വേണ്ടി മുടക്കിയാൽ, എടാ 0.1 ഫിൽസ് നീ മുടക്കുകയാണെങ്കിൽ കർത്താവ് നിനക്ക് ഗിഫ്റ്റ് അല്ല, റിവാർഡുകൾ ഓപ്പൺ ചെയ്യുന്ന പറയുന്നത്. റിവാർഡുകൾ ഓപ്പൺ ചെയ്യുന്ന പറയുന്നത്. ഏറ്റവും ചെറിയ എമൗണ്ട് നീ കൊടുക്കുകയാണെങ്കിൽ അതിന്റെ റിവാർഡുകൾ കർത്താവ് നിനക്ക് കൈമാറുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയാം, ഈ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സംഭവം അത് ടൈമാണ്. അത് ആർക്കും തിരിച്ചു വരാൻ പറ്റത്തില്ല. അത് കർത്താവിന് മാത്രം തിരിച്ചു തരാൻ പറ്റും. അത് മറ്റൊരു രീതി കൺവേർട്ട് ചെയ്ത് തരാൻ പറ്റും. അത് വേറൊരു തലം. അത് നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് ഇപ്പൊ സംസാരിക്കുന്നില്ല. ഏറ്റവും വിലയുള്ള സംഭവം
ടൈമാണ്. 0.1 ഫീൽസ് നീ മുടക്കുമ്പോൾ റിവാർഡ് കിട്ടുമെങ്കിൽ ഏറ്റവും വില കൊടുപ്പുള്ള നിന്റെ ടൈം 1 സെക്കൻഡ് നീ കൊടുക്കുകയാണെങ്കിൽ 0.1 ഫീൽസിന് റിവാർഡ് കിട്ടുമെങ്കിൽ 1 സെക്കൻഡ് നീ കൊടുക്കുകയാണെങ്കിൽ എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചോ. തീരുമാനം ഇന്നെടുക്കാൻ കഴിയുമെങ്കിൽ ഇപ്പൊ എടുക്കാൻ കഴിയുമെങ്കിൽ നീ തീരുമാനിച്ചോ. ഇന്നു മുതൽ നീയും നിന്റെ കുടുംബവും 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ, ഒരു ദിവസം 1/2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ, സ്വർഗം നിന്റെ മേൽ ഇടുന്ന റിവാർഡ് നിന്റെ ബുദ്ധിക്കും അപ്പുറം ഒരു പ്രവാചകന്മാർക്കും പ്രവചിക്കാൻ കഴിയാത്ത പോലെ, ഒരു മനുഷ്യർക്കും കേൾക്കാൻ കഴിയാത്തത് അസാധാരണമായ തുറവി, ഭയങ്കര റിവാർഡിന്റെ തുറവികൾ കർത്താവ് ഈ അറ്റ്മോസ്ഫിയർ ഓപ്പൺ ചെയ്യുന്നു. ഇത് അതേപോലെ ആമീൻ പറഞ്ഞ് സ്വീകരിക്കുക. ഇതിന് സ്റ്റെപ്പ് വെക്കുക. സ്വർഗം നിന്നെയും നിന്റെ തലമുറയും റിവാർഡ് കൊണ്ട് നിറയ്ക്കുന്ന ദൈവമാണ്. അൺകൗണ്ടബിൾ ആയിട്ടുള്ളത് എനിക്കോ നിങ്ങൾക്കോ ആരെങ്കിലും നമുക്കൊരു നന്മ ചെയ്താൽ, നമുക്കൊരു ഉപകാരം ചെയ്താല് നമ്മൾ എന്തുവാ ചെയ്യുന്നത്? നമുക്ക് ചെലവില്ലാത്തതും അവന് പ്രയോജനമില്ലാത്തതുമായിട്ടുള്ള ഒരു ടാങ്ക് പറഞ്ഞ് അവനെ സെറ്റാക്കും. അല്ലയോ ചാ? എടാ, എനിക്കോ നിങ്ങൾക്കോ ഒരു നന്മ ഒരാൾ ചെയ്താല് നമുക്ക് ചെലവില്ലാത്തതും അവന് പ്രയോജനമില്ലാത്തതുമായിട്ടുള്ള ഒരു ടാങ്കുവെ സെറ്റാക്കും. എന്റെ ദൈവം ടാങ്കുവിന്റെ ദൈവമല്ല, എന്റെ ദൈവം റിവാർഡിന്റെ ദൈവമാണ്. ഒരു ടാങ്കുവെ ഒതുക്കാൻ നിങ്ങളെ കർത്താവിന് ആഗ്രഹിക്കുന്നില്ല. ഒരു ടാങ്കുവെ ഒതുക്കാൻ നിന്റെ തലമുറയോ ടാങ്കുവിന്റെ ദൈവമല്ല നിന്റെ ദൈവം, അത് ലോക മനുഷ്യരാണ്. നിന്റെ ദൈവം റിവാർഡുകൾ കൊണ്ട് നിന്നെ നിറയ്ക്കുന്ന ദൈവമാണ്. ഹോണറുകൾ വീഴട്ടെ. നമുക്ക് വായിക്കാം. കർത്താവിന് വേണ്ടി വില കൊടുത്ത ചിലരെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ദാനിയേൽ 1 അതിലെ നിങ്ങൾ കേട്ടേച്ചാൽ മതി, മോൻസിച്ചാൻ വായിച്ചോളും. ദാനിയേൽ 1 അതിലെ നെബൂഖദ്നേസർ രാജാവിനെ തൻ്റെ രാജധാനിയിൽ പരിചരിക്കാൻ വേണ്ടി കുറച്ച് ബാലന്മാരെ ആവശ്യമുണ്ട്. അപ്പോൾ രാജാവ് അവരെ തെരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുക്കുന്നവർക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ദാനിയേൽ 1:4-5 ഒന്ന് വായിച്ച് സഹായിക്കണേ. ദാനിയേൽ 1:4-5 തെരഞ്ഞെടുക്കപ്പെടുന്നവർ എങ്ങനെയുള്ളവരാണെന്ന് രാജാവ് പറയുകയാണ്. ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നദ്ധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു. താങ്ക് യു ജീസസ്. ഇവിടെ പറയുന്ന കാര്യം, രാജാവ് തെരഞ്ഞെടുക്കുന്ന ബാലന്മാർ എങ്ങനെയുള്ളവരാണെന്ന് ആ 4 പറഞ്ഞിരിക്കുന്ന ഒരു 5-6 കൂട്ട് കാര്യങ്ങളുണ്ട്. ഇത് ഓപ്ഷനല്ല, ഇത് കമ്പൽസറി ആയിട്ടാണ് രാജാവ് പറഞ്ഞിട്ടുള്ളത്. അംഗഭംഗമില്ലാത്തവരായിരിക്കണം, സകല ജ്ഞാനത്തിലുള്ളവരായിരിക്കണം, അറിവുള്ളവരെ, സമർത്ഥന്മാരെ. ഇത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചേക്കുക. ഇത് കമ്പൽസറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. രണ്ടാമത് അവിടെ കൊടുത്തിട്ടുള്ളത്, നമ്മൾ നേരത്തെ റിവാർഡിനെ പറ്റി പറഞ്ഞു. രാജാവ് പറയുന്നത് ആ
പ്രാക്ടീസ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നവർ, അഭ്യസിക്കാൻ തിരഞ്ഞെടുക്കുന്ന ബാലന്മാർ, അവർ രാജാവിൻ്റെ റിവാർഡാച്ചാ പറയുന്നത്. രാജ കൊട്ടാരത്തിൽ നിന്നുള്ള ഫുഡ്, രാജാവിന് കുടിക്കുന്ന വൈന് റിവാർഡായിട്ട് അങ്ങ് പറയുകയാണ്. പക്ഷെ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, ലോകത്തിൻ്റെ റിവാർഡും ദൈവത്തിൻ്റെ റിവാർഡും ഒരേ ടൈമിൽ കൈ കയറത്തില്ല. ഇത് രണ്ടും രണ്ട് തലത്തിൽ നിൽക്കും, രണ്ടും കൂടെ മിക്സ് ആകത്തില്ല. ഈ അഭ്യസിപ്പിക്കാൻ വിളിച്ച ബാലന്മാരിൽ ഒരു 4 പേരുണ്ട്. ദാനിയേൽ, ശദ്രക്, മേശക്, അബേദ്നെഗോ. ഈ 4 പേർ അവരെന്താണ് ചെയ്തത്? ആ തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്. 8ഉം 9ഉം ഒന്ന് വായിച്ചേ. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇട വരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. അഭ്യസിപ്പിക്കാൻ തെരഞ്ഞെടുത്ത അനേകം ബാലന്മാരിൽ 4 പേർ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവരാണ്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് രാജാവിൻ്റെ റിവാർഡല്ല വേണ്ടുന്നത്, അതിനേക്കാൾ വലുത് ദൈവത്തിൻ്റെ റിവാർഡാണ്. അവിടെ ദാനിയേൽ അതുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം, ഹൃദയത്തിൽ അവൻ പറയുകയാണ്, എന്നെ അശുദ്ധമാക്കാൻ എനിക്ക് താല്പര്യമില്ല. പുറത്തുനിന്ന് റിവാർഡാണ് കിട്ടുന്നത്, പക്ഷെങ്കിൽ ഈ റിവാർഡ് വാങ്ങിച്ചാൽ ഞാൻ അശുദ്ധമാകും. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് അതൊരു കളങ്കമായി മാറും. എൻ്റെ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ദൈവഹിതപ്രകാരം നടക്കണമെന്ന് പറയുന്ന ഒരാളാണോ? ഞാൻ നിങ്ങളോട് പറയാം, പുറത്തുള്ളവർ കുടിച്ചും പുറത്തുള്ളവർ നടക്കുന്ന പോലെ നിനക്ക് കുടിച്ച് നടക്കാൻ പറ്റത്തില്ല. നിനക്ക് പുറത്ത് കിട്ടും, പക്ഷെങ്കിൽ നിനക്ക് അവരെ പോലെ കുടിച്ച് നടക്കാൻ പറ്റത്തില്ല. ഇത് ലോകവും ദൈവവുമായിട്ട് മിക്സ് ആകത്തില്ല. ഇത് രണ്ട് തലമാണ്. പുറത്തുള്ളവർ കഴിച്ചും പുറത്തുള്ളവർ കറങ്ങി സമയം കളയുന്നത് പോലെ നിനക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. നീ അവരിൽ നിന്നും വ്യത്യസ്തരാണ്. പുറത്തുള്ളവർ സിനിമാ കോട്ടയിൽ പോയി സിനിമയും കണ്ട് കോമഡിയും കേട്ട് നടക്കുന്നത് പോലെ നിനക്ക് വീട്ടിൽ ഇരുന്ന് സിനിമ ഡൗൺലോഡ് ചെയ്ത് നിനക്ക് കണ്ട് രസിക്കാൻ പറ്റത്തില്ല അച്ഛാ. ഇത് പക്കാ കാര്യമാണ്, ഇത് വചനം പറയുന്ന കാര്യമാണ്. നീ പുറത്തു പോയി കുടിച്ചും നീ സിനിമയും കണ്ട് നടക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും അത് പെർഫോമൻസ് ആണ്, പക്ക പെർഫോമൻസ് ആണ്. ഇത് പാസ്റ്ററിന്റെ കണ്ണിൽ പൊടിയിടാം, പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ ഈ ഇടപാട് നടക്കത്തില്ല. കൂടുന്ന 50 പേരെ പറ്റിക്കാൻ സിജിക്ക്, പക്ഷെങ്കിൽ അത് പെർഫോമൻസ് ആണ്. ദൈവത്തിന്റെ മുമ്പിൽ ഇത് നീതി അല്ല. നീ ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണോ? നീ ദൈവത്തെ സ്നേഹിക്കുന്ന ആളാണോ? ഞാൻ നിങ്ങളോട് പറയാം, നീ ചിലത് 4 പേർ വെടിഞ്ഞതുപോലെ വെടിഞ്ഞേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ റിവാർഡ് വീഴത്തുള്ളൂ. ഇതിന് എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റുന്നൊന്നും എനിക്കറിയത്തില്ല. ഇവരെ 3 വർഷം അഭ്യസിപ്പിക്കുകയാണ്. 3 വർഷം അഭ്യസിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 5 കാര്യങ്ങളെ ശ്രദ്ധിക്കണം. 5 കാര്യങ്ങളിൽ 3 കാര്യം കമ്പൽസറിയും 2 കാര്യം ഓപ്ഷനുമായിരുന്നു. കമ്പൽസറി ആയിട്ട് രാജാവ് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങൾ കേട്ടേച്ചാൽ മതി. ഒന്നെന്ന് വെച്ചാൽ 6 കാര്യങ്ങളിൽ അവർ എലിജിബിൾ ആയിരിക്കണം. അവർ സുന്ദരന്മാരായിരിക്കണം, അവർക്ക് ജ്ഞാനം വേണം, പഠിപ്പ് വേണം, ഇങ്ങനെയുള്ള ഒരു 5-6 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. ഇതുണ്ടെങ്കിൽ മാത്രമേ അവരെ തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. കമ്പൽസറി ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം അതാണ്. സ്തോത്രം പറഞ്ഞേ. രണ്ടാമത്തെ കാര്യം, ആ
അഭ്യസിപ്പിക്കുന്നവർ തീർച്ചയായും രാജഭോജനം കഴിക്കണം, രാജാവ് നൽകുന്ന വൈൻ കുടിച്ചിരിക്കണം. അങ്ങനെ രാജാവ് നിയമിച്ചെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതും ഓപ്ഷൻ അല്ല, കമ്പൽസറി ആയിരുന്നു. മൂന്നാമത്തെ കമ്പൽസറി ആയിട്ടുള്ള കാര്യം, അവരുടെ ട്രെയിനിങ് പീരീഡ് 3 വർഷമായിരുന്നു. ഈ 3 കാര്യങ്ങൾ കമ്പൽസറി ആയിരുന്നു. 2 കാര്യം ഓപ്ഷൻ ആയിരുന്നു. സ്തോത്രം പറഞ്ഞേ, ലാഷ്ബാർ തൽപ്രഭാന. 2 കാര്യം ഓപ്ഷൻ ആയിരുന്നു. ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം, അഭ്യസിപ്പിക്കാൻ തെരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം, എത്ര പേരെ അഭ്യസിപ്പിക്കണമെന്നുള്ളത്, അത് 100 ആകാം, 200 ആകാം, 500 ആകാം, എത്ര പേരെ വേണമെങ്കിലും അഭ്യസിപ്പിക്കാം. ആ എണ്ണം രാജാവ് പറഞ്ഞിട്ടില്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? രണ്ടാമത്തെ രാജാവ് കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷൻ, അഭ്യസിപ്പിക്കുന്നതിൽ എത്ര പേരെ തെരഞ്ഞെടുക്കാമെന്ന്. 100 പേരെ തെരഞ്ഞെടുക്കാം, 50 പേരെ തെരഞ്ഞെടുക്കാം, ആ എണ്ണവും ഓപ്ഷനാണ്. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് അസാധാരണമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണെന്ന്? ഈ 2 കാര്യങ്ങൾ ഓപ്ഷൻ ആയിരുന്നു, മറ്റേ 3 കാര്യങ്ങൾ കമ്പൽസറി ആയിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിടത്ത് നിൽക്കുന്നത് രാജാവിന്റെ ഫുഡ്, പാലസിൽ നിന്ന് ഫുഡ് അടിച്ച് നിൽക്കുന്ന കുറച്ച് ടീം, ഒരിടത്ത് നിൽക്കുന്ന വെജിറ്റബിളും കിണറ്റിലെ വെള്ളവും പച്ചവെള്ളവും കുടിച്ച് നിൽക്കുന്ന 4 പേര്. സാഹചര്യം നോക്കിയാൽ, സാധ്യത നോക്കിയാൽ തെരഞ്ഞെടുക്കുമോ എന്നല്ല, ലിസ്റ്റിൽ പോലും കയറാൻ ചാൻസ് ഇല്ല. ഓപ്ഷൻ 2 ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻ വെച്ച് ഇനി നമുക്ക് മുന്നോട്ട് പോകാം. അഭ്യസിപ്പിക്കാൻ തെരഞ്ഞെടുത്തവർ 100 നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അഭ്യസിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തവർ 100 ആണ്. ലാം ഷഹർത്തൽ പ്രഭേ 100 പേരെയാണ് അഭ്യസിപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതായത് 96 പേർ പാലസിന്റെ ഫുഡും വൈനും കുടിക്കുന്നവർ, 4 പേര് വെജിറ്റേറിയൻ. എത്ര പേർക്ക് മനസ്സിലായവർ ഒരു നല്ലൊരു ആമീൻ പറഞ്ഞേ. 100 എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ്. അതിൽ അങ്ങനെ എടുക്കുവാണെങ്കിൽ 96 പാലസിൽ നിന്ന് ഫുഡ് കഴിക്കുന്നവർ, അവർ കൂടുതൽ സാധ്യതയുള്ളവർ. 4 പേര് വെറും വെജിറ്റേറിയൻ. ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ 96 പേരുടെ പേരും ആ 96 പേരുകൾ മാത്രം ഞാൻ ലിസ്റ്റിൽ എഴുതും. അതിൽ നിന്ന് ആരെങ്കിലും തെരഞ്ഞെടുക്കും. ഞാനെന്നല്ല, ലോകത്തിലുള്ള ആര് വേണമെങ്കിലും അതിനെ സാധ്യതയുള്ളൂ. മറ്റേത് വെറും പശു കഴിക്കുന്ന വെജിറ്റേറിയനും പച്ചവെള്ളവും കുടിച്ചു നിൽക്കുന്ന ടീമുകളാണ്. പക്ഷെ എങ്കിൽ ലിസ്റ്റ് വന്നു, തെരഞ്ഞെടുത്ത സമയത്ത് 96 വെട്ടിക്കൊണ്ട് വെറും പച്ചവെള്ളവും വെറും വെജിറ്റേറിയനും കഴിച്ച് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന് വേണ്ടി വില കൊടുത്തവർ, ലിസ്റ്റിൽ പോലും പേരില്ലാത്തവർ, ഒരു തെരഞ്ഞെടുപ്പിൽ രാജ കൊട്ടാരത്തിൽ കയറുകയാണ്. ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ പേര് ഒരു പക്ഷെങ്കിൽ ലിസ്റ്റിൽ പോലും കാണത്തില്ല. ഇത് ശുശ്രൂഷകന്മാർ പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചോ. നിന്റെ പേര് ഒരു പക്ഷെങ്കിൽ ഒരു ആളും കേട്ടിട്ട് പോലും ഇല്ലാകാം. പക്ഷെങ്കിൽ നിന്റെ പേര് എന്റെ ദൈവം ഒരു ബ്രാൻഡ് നെയിം ആക്കാൻ പോവുകയാണ്. നീ ദൈവത്തിന് വേണ്ടി വില കൊടുക്കുകയാണെങ്കിൽ, ഒരു പേരും വന്നില്ലേലും നിന്റെ പേർ കർത്താവ് ഒന്നാമത് കൊണ്ടുവരും. ഒരു പക്ഷെങ്കിൽ പല ഓഫീസുകളിലും നിനക്ക് ഒരു പരിഗണനയും കിട്ടുന്നില്ലായിരിക്കാം. നിന്റെ പേര് ലിസ്റ്റിൽ പോലും ഇല്ലായിരിക്കാം. നിനക്ക് വേണ്ടുന്നത് ലഭിക്കുന്നില്ലായിരിക്കാം വർഷങ്ങളായിട്ടോ. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ലിസ്റ്റിലുള്ള ഒരുത്തന്റെ പേര് വന്നില്ലേലും, ഒരു സാധ്യത നിന്റെ മുന്നിലില്ലേലും, ഒരു സാഹചര്യം നിന്റെ മുന്നിലില്ലേലും, എന്റെ ദൈവം നിന്നെ ഒന്നാമത്. ഇതിനെ വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി പോരാ 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 പോരാ. ഒരു പേരില്ലെങ്കിലോ നിന്റെ തലമുറയുടെ പേർ തലമുറകളോളം സംസാരിക്കത്തക്ക രീതി നിന്റെ പേർ പറഞ്ഞ യേശുവിനെ ഓർക്കണം. ഓ വില കൊടുക്കുന്നവനാണോ?
മാർച്ച് മാസം ഞാൻ നിന്നോണ്ട് പറയാം, നീ ലിസ്റ്റിലില്ലേലും നീ ഒരു അത്ഭുതമായിട്ട് ഒന്നാമത് നിൽക്കും. ധാൻ 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 ലീബ ഹസ്തൽ പ്രവാ. അതൊരു റേഞ്ച് പരിപാടി. എന്നെ അത്ഭുതപ്പെടുത്തി അതല്ല അച്ഛാ, അതൊക്കെ നമുക്ക് സഹിക്കാം, പോട്ടെ, ഒക്കെ നമുക്ക് സഹിക്കാം, ക്ഷമിക്കാം. കർത്താവ് ആ പരിപാടി കാണിച്ചൊക്കെ ക്ഷമിക്കാം. പ്രശ്നം എവിടെ കിടക്കുന്നതെന്നറിയോ? 100 പേര്, 96 പേര് ഒരു ടീം, 4 പേര് ഒരു ടീം. തെരഞ്ഞെടുക്കുന്നവരെ എത്ര വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ റിവാർഡും ലോകത്തിൻ്റെ റിവാർഡും ഒരേ ടൈമിൽ റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും കൂടെ പറഞ്ഞാൽ, ദൈവവും ലോകവുമായിട്ട് മിക്സ് ആവത്തില്ല. ദൈവത്തിന് ലോകത്തിൻ്റെ കൂടെ മിക്സ് ആകാനും പറ്റത്തില്ല. 96 എണ്ണത്തിനെ വെട്ടി 4 എണ്ണത്തിനെ തെരഞ്ഞെടുത്തു. എന്താ വെച്ചാ 95 എണ്ണത്തിനെ വെട്ടിയിട്ട് 5 പേരെ തെരഞ്ഞെടുക്കാഞ്ഞേ? എത്ര പേർക്ക് മനസ്സിലായി? എന്താ വെച്ചാ 4 പേരെ തെരഞ്ഞെടുത്ത? 4 പേരെ തെരഞ്ഞെടുക്കാവുന്ന നിയമമില്ലല്ലോ. എന്താ 5 പേരെ തെരഞ്ഞെടുക്കാഞ്ഞേ? ലോകത്തിലുള്ള ഒറ്റ ഒരുത്തൻ കേറത്തില്ല. ദൈവത്തിന് വില കൊടുത്തവന്മാര് മാത്രം മതിയെന്നേ. നീ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ കുടുംബത്തിൽ ദൈവഹിതമല്ലാത്ത ഒറ്റ ഒരുത്തനും കേറത്തില്ല. നിന്റെ തലമുറയുടെ കൂടെ ഒരൊറ്റ ഒരുത്തനും കണക്ട് ആവത്തില്ല. ദൈവഹിതമല്ലാത്ത ഒരു കണക്ഷനും നിന്റെ കുടുംബത്തിൽ വരത്തില്ല. ദൈവഹിതമല്ലാത്ത നീ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ വേർതിരിച്ചു നിർത്തും. ഒരു ലോകത്തിന് നിന്നെ തൊടാൻ കഴിയില്ല. ഒരു ലോകത്തിന് നിന്റെ കുഞ്ഞുങ്ങളെ തൊടാൻ കഴിയുകയില്ല. ഇത് കർത്താവിന്റെ നീതിയാ. ലോകവും ദൈവവുമായിട്ട് മിക്സ് ആവത്തില്ല. കർത്താവിന് കണക്ക് തെറ്റത്തില്ല. നീതിമാനാ കർത്താവ്. നല്ല അടിപൊളി വീര്യമുള്ള വൈനും നല്ല കാളയൊക്കെ നിന്നപ്പോഴേ എടുത്ത് തൊഴിച്ച് കളഞ്ഞയാ. കർത്താവിന് മറക്കാൻ പറ്റുമോ? വില കൊടുത്തവനാന്നോ? കേറും നീ. നിന്റെ കൂടെ മറ്റൊരുത്തനും കേറത്തില്ല. ലിസ്റ്റിലുള്ള ഒരുത്തനും നിന്റെ കൂടെ കൂടത്തില്ല. ദൈവഹിതമല്ലാത്ത ഒരുത്തനും നിന്റെ നന്മയെ തടയാൻ കഴിയത്തില്ലെന്നേ. ഓ ലിബാകാഠമാന ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്തോ പരിപാടി ഇതൊക്കെ? വില കൊടുക്കുമെന്ന് ഇങ്ങനെ റിസൾട്ട് ഉണ്ടോ വെച്ചാ? കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോനെ, നീ എന്തോടാ പറയുന്നേ? റിസൾട്ടോ? റിസൾട്ട് എന്ന് വെച്ചാ ഫൈനലാ. ഇത് റിസൾട്ട് ഒന്നും അല്ല, ഇത് വെറും സൈനാ. വില കൊടുത്തവന്മാര് എന്റെ പാർട്ടിയാണെന്നുള്ളതിന്റെ വെറും സൈനാ. റിസൾട്ട് വരാൻ പോകുന്നേ. ഇത് റിസൾട്ടിലൊന്നും കർത്താവിന് ഒതുക്കാൻ പറ്റത്തില്ല. ഇത് എന്റെ പിള്ളേരാണെന്ന് ബാക്കിയുള്ളവരെ കാണിക്കാനുള്ള വെറും സൈനാന്ന്. റിസൾട്ടിന് പുറത്ത് വരാൻ പോകുന്നേ ഉള്ളൂ. രാജ കൊട്ടാരത്തിൽ കയറി രാജാക്കന്മാരെ തിരിക്കാൻ, ഒരു രാജ്യത്തെ ജനങ്ങളെ മൊത്തം സത്യ ദൈവത്തെ ആരാധിപ്പിക്കാൻ റിസൾട്ട് വരാൻ പോകുന്നേ. ഇത് വെറും സൈനാ. ഇത് എന്റെ പാർട്ടിയാണ്, ഈ പിള്ളേർ എന്റെ ആണെന്ന് കാണാനുള്ള ഒരു സൈനാണ്. മോൻ, ചുമ്മാ നീ ചെറിയ കാര്യങ്ങളെ ഒതുക്കല്ലേ. വില കൊടുത്തവന്മാരെ ഒതുക്കാൻ പറ്റത്തില്ലെന്ന്. ഞാൻ ദാനിയേലിനെ തൊടുന്നില്ല. ദാനിയേലിനെ തൊട്ടാല് നെബൂഖദ്നേസർ രാജാവിന്റെ കഥയും അടുത്ത രാജാവിന്റെ കഥയും എല്ലാം പറയണം. അടിയെന്ന് വെച്ചാ തൂർത്തടിച്ചു. അവനെ ഒരു പരമ്പര മൊത്തം തൊട്ട് കളഞ്ഞു. രാജകൊട്ടാരം മൊത്തം ടച്ച് ചെയ്ത് കളഞ്ഞെന്ന്. വില കൊടുക്കുന്നവന്റെ റേഞ്ച് എന്തുവന്നേ. ഞാൻ ശദ്രക് മേശക് അബേദ്നെഗോവിനെ മാത്രം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. രാജാവ് സ്വർണ്ണ ബിംബം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇതിനെല്ലാവരും നമസ്കരിക്കണം, വീണ് നമസ്കരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതീപരം ഒരു താഴാനൊന്നുമില്ല.
ഞാനിത് വായിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ പക്ഷെ അത് കൂടുതൽ ചിന്തിച്ചില്ല. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഒരു കാഴ്ച കാണിച്ച, ഈ പൊന്നെ മൂര കുന്തിരിക്കം കൊണ്ട് ഈ യേശുവിനെ കാണാൻ വന്നവരെ വീണ് നമസ്കരിച്ചു. അത് വീണ് നമസ്കരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇതിപ്പോഴും താഴെ ഇല്ല. അത് എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു ദൈവദാസൻ എനിക്ക് പറഞ്ഞു തന്നെ പ്രോസ്ഗുനിയോ എന്നൊറ്റയാണ് ആ വേർഡ് വരുന്നത്. വീണ് നമസ്കരിക്കുക. ഏറ്റവും ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ താഴാൻ ഇനി ഒന്നുമില്ല. പ്രോസ്ഗുനിയോ ചെയ്യണമെന്ന്, വീണ് നമസ്കരിക്കണമെന്ന്. വിട്ട് കളയുമോ പിള്ളേര് പറഞ്ഞു എന്ത് വന്നാലും ഞങ്ങൾ നമസ്കരിക്കത്തില്ല. അച്ഛാ അതൊന്ന് വായിച്ച മൂന്നാമത്തെ അധ്യായം അത് 14 പറയുന്നത്. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത് ശദ്രക്കേ, മേശക്കേ, അബേദ്നെഗോവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേരെ തന്നെയോ? 16ഉം 17ഉം ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കയില്ല എന്നറിഞ്ഞാലും എന്തു വന്നാലും ഞങ്ങളെ നമസ്കരിക്കത്തില്ല. ഇത് കേട്ടപ്പോൾ രാജാവിന്, നിങ്ങൾ സ്തോത്രത്തോടെ ഇന്നോണം, ഇത് ഭയങ്കരമായിട്ട് എനിക്കറിയാം എഫക്റ്റ് അടിക്കുന്ന ദൂതാണിത്. ഇത് പരിശുദ്ധാത്മാവ് തരാതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിന്റെ ചലനം ഭയങ്കരമായിരിക്കും. നിങ്ങൾ അതേപോലെ ഇതിനെ പിടിക്കാൻ നിന്നോണം. ഓക്കെ, എന്ത് വന്നാലും ഞങ്ങൾ നമസ്കരിക്കത്തില്ല. അപ്പം രാജാവിന് ഭയങ്കര ദേഷ്യം വന്ന് അവരെ കോപമായി നോക്കിയിട്ട് ആ തീയുടെ ചൂടങ്ങ് 7 ഇരട്ടിയാക്കിക്കോ, കൊണ്ടുപോയി തീ തള്ളിക്കോ പറഞ്ഞു. നല്ല ബലമുള്ള പുരുഷന്മാര് കാൽച്ചട്ട, കുപ്പായം, ഹെൽമെറ്റ് ഒക്കെ വെച്ച് 3 പേരെ പിടിച്ചോണ്ട് പോവുക തീച്ചൂളയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. 3 പേരെ തീച്ചൂള വീണിട്ടുള്ളൂ. കൊണ്ടുപോയവർ തീച്ചൂള വീണിട്ടില്ല. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ തീച്ചൂള വീണവൻ ഒരു കുഴപ്പവുമില്ല, കൊണ്ടുപോയവന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ച് കളഞ്ഞെന്ന്. കൊണ്ടുപോയവരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു. വീടവന്മാർക്കൊരു കുഴപ്പമില്ല. വീടവന്മാരെ നോക്കിയിട്ട് രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-ാമത്തിന്റെ രൂപം ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. എന്നിട്ട് അടുത്തത് പറയുന്നത്, അവരുടെ ദേഹത്ത് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേട് പറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെ ഇരിക്കുന്നത് കണ്ടെന്ന്. തീച്ചൂളെ കിടക്കുന്നവൻ, തീക്കകത്ത് കിടക്കുന്നവനെ രാജാവ് നോക്കിയിട്ട് പറയുകയാണ്, ഒരു പ്രശ്നവും ഇല്ലെന്ന്. എന്താച്ചാ ഇഷ്ടം പോലെ തീ കത്തിക്കൊണ്ടിരിക്കില്ലയോ? അല്ല, അടിപൊളി തീ കത്തിക്കൊണ്ടിരിക്കില്ലയോ? 70 കത്തുമില്ലയോ? എന്താ മുടിയൊന്നും കത്താത്തെ? എന്താ തീയുടെ മണമൊന്നും ഇല്ലാത്തെ? ദൈവവുമായിട്ട് ബന്ധമുണ്ടെന്ന്. മനു ബ്രദറെ, എല്ലാം സെറ്റാന്നോ? എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? നല്ല തീ കത്തുമില്ലയോ? എന്താ തീയുടെ മണമില്ലാത്തെ? എന്താ തീ കത്താത്തെ? എടാ, ദൈവവുമായിട്ട് ബന്ധമുണ്ടെന്നേ. ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഒരു തീക്ക് നിന്നെ കത്തിക്കാൻ പറ്റത്തില്ല. തീ കൂടുന്ന അനുസരിച്ച് ഇത് അകത്തുനിന്ന് മഹത്വം. ഇത് പ്രാപിച്ചോടെ. ഇത് കരങ്ങൾ തട്ടി പ്രാപിച്ചോടെ. നീ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, നിനക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ, പ്രശ്നം കൂടും, പ്രതിസന്ധി കൂടും, പക്ഷെ ഒന്നും നിന്നെ തൊടത്തില്ല. മഹത്വം വർദ്ധിച്ചോണ്ടേയിരിക്കും. തീയുടെ എണ്ണം കൂടുന്ന അനുസരിച്ച്, തീയുടെ ജ്വാല കൂടുന്ന അനുസരിച്ച് ഗ്ലോറി ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. നിന്നെ കണ്ടവർ ചോദിക്കും, നീ എന്നെയാണോന്ന്. ഇവനൊരു അത്ഭുതമാണല്ലോ. തുടക്കം തൊട്ട് ഈ വാക്കച്ച വരുന്നത്. അത്ഭുതം. ഈ മാർച്ച് മാസം ഇത് ആരുടെയൊക്കെ മേൽ ഇത് ചലിക്കും.
നീ ഒരു അത്ഭുതമായിട്ട് പുറത്തിറങ്ങും. എന്തുവാണോ ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയാം, ഈ വചനത്തെ വെച്ച് ഞാൻ പറയാം, നീ വില കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ എഫക്റ്റ് നീ കണ്ടിരിക്കും. ഞാന് ഈ ശരിക്കും പറഞ്ഞാൽ ഈ പണ്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു, ഈ ഊമക്കത്ത്. അത് ഈ മെയിനായിട്ടും ഈ കല്യാണം നടക്കുന്ന വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ചെല്ലാറുണ്ട് ഊമക്കത്ത്. ഇതാരാ എന്തുവെന്നൊന്നും അറിയത്തില്ല, ഇഷ്ടംപോലെ വരുന്നൊരു സംഭവമാണ്. ഇല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർക്കും ഈ സിനിമ വീഡിയോ ഉള്ളവർക്കൊക്കെ ഇഷ്ടംപോലെ വരുന്നൊരു സംഭവമാണ് ഈ ഊമക്കത്ത്. ഈ ഊമക്കത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിച്ചോണേ, എല്ലാവരും ശ്രദ്ധിച്ചോണേ. ഇത് അസാധാരണമായിട്ടുള്ള ചിലത് കർത്താവ് ചെയ്യാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിച്ചോണം കേട്ടോ. അഭിഷേകം പ്രാപിക്കണം, ഒന്നുമില്ലേലും കുഴപ്പമില്ല. അഭിഷേകത്തിന് വില കൊടുക്കണം. പഠിക്കുന്നത് 4 മണിക്കൂറാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന 8 മണിക്കൂറായിരിക്കണം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ പഠിത്തത്തിൻ്റെ ടൈമും പ്രയറിൻ്റെ ടൈമും പ്രയർ കൂടുതലായിരിക്കണം, പഠിത്തം കുറവായിരിക്കണം. ഇത് നിങ്ങൾ മസ്റ്റ് ആയിരിക്കണം. മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചോണം. കുഞ്ഞുങ്ങൾ പഠിച്ച ടൈമേ നിങ്ങളെല്ലാം നോക്കത്തുള്ളൂ, പക്ഷെ എങ്കിൽ പ്രാർത്ഥിക്കുന്ന ടൈം നോക്കാറില്ല. ഒന്ന് അഭിഷേകമുള്ളവൻ അത്ഭുതമായിരിക്കുന്നേ. വചനം പറയുന്ന പഠിപ്പുള്ളവനും ഡിഗ്രി ഉള്ളവൻ്റെയും കാര്യമല്ല പറയുന്നത്, അഭിഷേകം ഉള്ളവനെ അത്ഭുതമാകത്തുള്ളത്. ഇനി 500 ഡിഗ്രി ഉണ്ടെങ്കിലും ഏത് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ഇത് അഭിഷേകം ഉള്ളവനുണ്ടല്ലോ, ഈ സാറ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോവും. നീ നടക്കണ്ട, നിന്നെ കൊണ്ടുപോവും. അഭിഷേകം ഉള്ളവനെ നിന്നെ ഇങ്ങനെ കൊണ്ടുപോവും. ഇതാണ് ഈ അഭിഷേകത്തിന്റെ ഇടപാട്. ഇതാണ് അഭിഷേകത്തിന്റെ ഇടപാട്. പ്രാർത്ഥിച്ചോണേ കുഞ്ഞുങ്ങളെ, പ്രാർത്ഥിച്ചോണേ. അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവവുമായിട്ട് ബന്ധം വേണം. കൂട്ടുകാരോട് ബന്ധമില്ലാലും കുഴപ്പമില്ല, ദൈവത്തോടൊരു കണക്ഷൻ വേണമെന്ന്. ഹെവനുമായിട്ട് കണക്ഷൻ ഉണ്ട്, നിന്നെ പോലും കിട്ടത്തില്ല. നിങ്ങൾ പിണങ്ങല്ലേ, എന്നോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, അഭിഷേകം ഉണ്ടേ അച്ഛാ, വെറുതെ കേരളത്തിൽ വന്ന് ബംഗാളികൾ കിടക്കുന്ന പോലെ 3 മാസം ഒന്നും വന്ന് കിടക്കേണ്ട കാര്യമില്ല. എനിക്കിതായോ ഞാൻ വന്നിട്ടുണ്ടേ അച്ഛൻ. ഞാൻ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞാൻ ഒരാളെങ്കിലും വന്നിട്ട് അച്ഛാ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഒരു മീറ്റിംഗ് കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എടാ, അഭിഷേകം ഉണ്ടെങ്കിൽ ബംഗാളികൾ വന്ന് കിടക്കുന്ന പോലെ ഒന്നും കിടക്കേണ്ട ആവശ്യമില്ല. അഭിഷേകം ഉള്ളവനെ ഇങ്ങനെ കർത്താവ് കൊണ്ടുപോകും, അവന് നിൽക്കാൻ സമയം കാണത്തില്ല. ഞാൻ അവിടെ കൊണ്ടങ്ങ് സ്റ്റോപ്പ് ചെയ്യും ഈ സംഭവം. നമ്മൾ ഊമക്കത്ത് എന്നാണ് തിരിഞ്ഞു പോയത്. അപ്പം ഈ ഊമക്കത്തിന് ഒരു വിലയില്ലാത്തൊരു സംഭവമാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കണം, ഒരു ദേശത്ത് ഏറ്റവും വിലയുള്ള സംഭവം എന്ന് വെച്ചാൽ ആ ദേശത്തിൻ്റെ രാജാവിൻ്റെ ശബ്ദമാണ്. അതിനും അപ്പുറമായിട്ടൊന്നുമില്ല. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ രാജാവിൻ്റെ കൽപ്പനയാണ് ആ ദേശത്തെ ഏറ്റവും വലിയ കാര്യം. അതിനപ്പുറമായി ഒന്നുമില്ല. ആ കൽപ്പന ആരാണോ ലംഘിക്കുന്നത് അവൻ്റെ തല കാണത്തില്ല. ആ ഷണ്ടാധിപനൊക്കെ പറഞ്ഞു കേട്ടില്ലയോ, നിങ്ങൾ പച്ചക്കറി ഞാൻ തന്നെന്ന് പറഞ്ഞ എൻ്റെ തല പോകുന്നു. കാര്യം രാജകൽപ്പന ധിക്കരിച്ചു കഴിഞ്ഞാൽ തല പോലും കാണത്തില്ല. ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം, ഒരു ശബ്ദത്തിനും അതിനപ്പുറം പോകാൻ പറ്റത്തില്ല. അത് രാജാവിൻ്റെ കൽപ്പനയാണ്. പക്ഷെ വില കൊടുത്തവന്മാര് വന്നിട്ട് ആ കൽപ്പനയെ മാറ്റിയിട്ട് ഊമക്കത്തിന്റെ വില പോലും കൊടുക്കാതെ, ഊമക്കത്തിന്റെ വില പോലും കൊടുക്കാതെ രാജാവ് പറഞ്ഞു നമസ്കരിക്കാത്തവനെ വെച്ചേക്കത്തില്ലെന്ന്. പക്ഷെ വില കൊടുക്കുന്നവന്മാര് കേറി വന്നിട്ട് ഊമക്കത്തിന്റെ വില പോലും കൊടുക്കാതെ ഒരു രാജ്യത്തെ രാജാവിന് ഊമക്കത്തിന്റെ വില പോലും കൊടുക്കാതെ വില കൊടുത്തവനെ ദൈവം മാനിച്ചെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ ദൈവ ശബ്ദത്തെ പറയാം. നിന്നെ പറ്റി പലരും പലതും പറഞ്ഞിട്ടുണ്ടാകാം, നിന്നെ പറ്റി പിശാച് പലതും എഴുതി വെച്ചിട്ടുണ്ടാകാം. ഇന്ന് നീ വിശ്വസിച്ച് ആമീൻ പറയുക. ആ പിശാചിന്റെ എല്ലാ എഴുത്തുകളും എന്റെ ദൈവം ഒരു ഊമക്കത്ത് പോലെ തള്ളിക്കളയുകയാണ്. എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് കാണാൻ പോവുകയാണ്. കരങ്ങൾ തട്ടി
യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിച്ച്, യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിച്ച്, നിന്നെ പറ്റി, നിന്റെ തലമുറയെ പറ്റി പറയുന്നത് എന്റെ ദൈവമാണ്. നിന്റെ ചുറ്റിനുമുള്ളവർ പറഞ്ഞതല്ല നടക്കാൻ പോകുന്നത്. നിന്നെ പറ്റിയുള്ള എല്ലാ നെഗറ്റീവുകളും ഒരു ഊമക്കത്തിന്റെ വില പോലുമില്ലാതെ, ഒരു ഊമക്കത്തിന്റെ വില പോലുമില്ലാതെ നിന്നെ ഒരു അത്ഭുതമാക്കി കൊണ്ടുവരാൻ പോവുകയാണ്. വില കൊടുക്കണം. വില കൊടുക്കുന്നവന്റെ റേഞ്ച് തന്നെ വേറെ ആയിരിക്കും. കർത്താവ് രാജാവിന്റെ ഹൃദയത്തെ തിരിച്ചു. ഞാനിത് പറഞ്ഞ് നിർത്തുകയാണ്. കർത്താവ് രാജാവിന്റെ ഹൃദയത്തെ തിരിച്ചു. രാജാവ് അത്ഭുതപ്പെട്ടിട്ട് ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായതുകൊണ്ട് ഏതു ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെ മേശക്കിന്റെ അബേദ്ഗോന്റെ ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിധി കൽപ്പിക്കുന്നു. വില കൊടുക്കുന്നവൻ രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ തിരിക്കാൻ പറ്റും. വില കൊടുക്കുന്നവർ ആയിരങ്ങളെ ദൈവത്തിലോട്ട് തിരിക്കാൻ കഴിയും. ഒരങ്ങനത്തെ അസാധാരണ അഭിഷേകം സ്വർഗം ഇന്ന് ഇടുകയാണ്. ഇതിനെ ആമീൻ പറഞ്ഞ് സ്വീകരിക്കുക. ഇതിന്റെ പുതപ്പുകൾ വിശ്വസിക്കുന്നവരുടെ മേൽ കർത്താവ് അതേപോലെ ഇടുന്നു. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഈ ദൂത്, ഈ ദൈവശബ്ദം പരിശുദ്ധാത്മാവ് തന്നെയാണല്ലോ കർത്താവെ. ചിലർ ഇന്നു മുതൽ വില കൊടുക്കാൻ പോവുകയാണ്. അങ്ങയ്ക്ക് വേണ്ടി വില കൊടുക്കാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണം. ഒരിടത്തും പോയില്ലെങ്കിലും ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണം. കർത്താവെ, ഈ പുതപ്പ് ഇവരുടെ മേൽ അതേപോലെ സംഭവിക്കട്ടെ കർത്താവെ. ഇവർ ഇന്നു മുതൽ അങ്ങയുടെ സന്നിധിയിൽ ചെലവഴിക്കട്ടെ കർത്താവെ. ലോകത്തിൽ നിന്നും മാറി, ലോകത്തിന്റെ റിവാർഡിൽ നിന്നും മാറി ദൈവത്തിന്റെ റിവാർഡുകൾ കൈപ്പറ്റുന്ന, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള പെർഫോമൻസിനല്ല, ദൈവത്തിന്റെ ഹേർട്ട് ബീറ്റ് അറിയാവുന്ന ഒരു തലമുറ ഇവിടെ നിന്നും എഴുന്നേൽക്കുന്നതിനെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് എല്ലാവർക്കും ദൈവം എഴുന്നേറ്റ് നിന്നാട്ടെ. താങ്ക് യു ലോർഡ്.